ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളക് തൈയാണ്. പച്ചമുളക് തൈ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അതൊന്ന് പാടാണ്, ഒന്ന് നല്ല കെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങുന്ന സമയത്ത് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങളാകുമ്പോൾ ഒരുപാട് പച്ചമുളക് വാങ്ങിയുമ്പോൾ അതിൽ ഒറ്റയും തെറ്റയും പച്ചമുളകെല്ലാം പഴുത്ത് പോകാറുണ്ട്. അപ്പോൾ ആ പച്ചമുളകെല്ലാം മാറ്റി വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ആകുമ്പോൾ ചുളുങ്ങി നല്ല ഉണങ്ങി പരുവത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന പച്ചമുളക് നമുക്ക് വിത്തിടാവുന്നതാണ്. ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഈ പച്ചമുളക് തൈ ഒരു 10-15 പച്ചമുളക് ഉണ്ടായിരുന്നു ഉണങ്ങിയത്. അപ്പോൾ അതിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ച് വന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ പച്ചമുളകൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഉണങ്ങി വരുന്ന പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടിച്ച് വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ചെറിയ കണ്ടെയ്നറിൽ മണി പ്ലാന്റ് ഇരുന്നതിലൊക്കെ ഞാൻ ഏകദേശം അന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് തൈ മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ചെടിച്ചട്ടിയിൽ മാറ്റുമ്പോൾ ഒരെണ്ണം വെച്ച് മാറ്റേണ്ട ആവശ്യമില്ല, 4-5 എണ്ണം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ചെടിച്ചട്ടികൾ വേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 5-6 അങ്ങനെ തൈകളാണ് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പച്ചമുളക് തൈ വയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഇതുപോലെ വെച്ച് നോക്കണേ. വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ പച്ചമുളകൊക്കെ എടുത്ത് വെയിലത്ത് വെച്ച് അതിൻ്റെ വിത്തെടുക്കാനൊക്കെ പാടാണ്. അപ്പോൾ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നമുക്ക് സാധാരണ പച്ചമുളക് ഉണങ്ങുമ്പോൾ അതിനെ കൈ കൊണ്ട് പിച്ചെടുക്കാതെ, അപ്പോൾ കൈ നീറ്റലുണ്ടാകും. അപ്പോൾ അതുപോലെ ചെയ്യാതെ കത്രികയോ വല്ലതും വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ എനിക്ക് ഇട്ടതിന് ശേഷം കിട്ടിയ നല്ല വൃത്തിയെ വളർന്ന് കിട്ടിയിട്ടുണ്ട് തൈകളൊക്കെ. അപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നട്ട് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഓരോ സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ്.